ഒന്നാം ദിവസം സഭയായി ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ആത്മീയ കൂട്ടായ്മയ്ക്കായി ഞാൻ സഭയുടെ പ്രത്യേകമായ ദർശനത്തോടും നിയോഗത്തോടും ദൈവസന്നിധിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഉപവാസ ഇപ്രകാരം വന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായും ദൈവികമായ പദവിക്കായും അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രമീകരിച്ച ദേവദാസന്മാർക്കും സഭയുടെ ഉത്തരവാദിത്വങ്ങളോടും എന്റെ നിശ്ചയമായ നന്ദിയെ അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്ത ആധാരമായി നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും 125 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യവും 127 സങ്കീർത്തനം 3-ാം വാക്യവും നമുക്ക് ചിന്തിക്കാൻ ഇടയാകട്ടെ. സങ്കീർത്തനം Psalms 125 verse 3 and Psalms 127 verse 3. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഇന്ന് പകൽക്കാലം തുടർന്നുള്ള സമയങ്ങളിലും ദൈവസന്നിധിയിൽ കണ്ടിന്യൂസ് ആയി ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിച്ച് ഏറ്റെടുത്തത് വിടുതൽ പ്രാപിപ്പാനുമായി ദൈവം എന്നിൽ നിയോഗിച്ചു തന്ന ദൗത്യം ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അന്ന് നീതിമാന്മാർക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എന്തെല്ലാമാണ്? അതിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല എന്നുള്ള ദൈവവചന അധികാരം, ദൈവവചനത്തിന്റെ ഉറപ്പ് നാം പ്രാപിക്കുന്ന രാവിലെ കാലമായി ഇന്നത്തെ പ്രഭാതം തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നീതിമാന്മാർക്ക് 5 അവകാശങ്ങളുണ്ട്. നീതിമാന്മാർക്ക് 5 അവകാശങ്ങളുണ്ട്. അതിൽ ആദ്യം നാം ചിന്തിക്കേണ്ടത് ആരാണ് നീതിമാന്മാർ? നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ ഒരു പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു എന്നാണ് ഒരു വിശ്വാസം. യേശു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ രക്തത്താൽ ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിച്ച് നമുക്ക് വേണ്ടി പിതാവിന്റെ അരികിൽ ഇപ്പോഴും സർവദാ പക്ഷപാതം ചെയ്യുന്ന നീതീകരിക്കുന്ന രക്തത്താൽ നീതീകരിക്കപ്പെട്ട ജനമാണ് നാം ഓരോരുത്തരും. അതിനാൽ നമുക്ക് നീതിമാന്മാർ എന്നുള്ള പദവി ലഭിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടാൻ ഒക്കത്തില്ല. ഒരു മനുഷ്യൻ നീതിമാൻ ആകാനൊക്കെയില്ല. കാരണം ഏത് മനുഷ്യനും അവന്റെ നീതി പ്രവൃത്തി ദൈവം മുമ്പാകെ കറപുരണ്ട തുണി പോലെ ആയിരിക്കുമ്പോൾ നമ്മുടെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നീതിയാണ്. അവന്റെ രക്തത്താൽ മറയപ്പെട്ട നീതിയാണ്. അതുകൊണ്ട് ആ നീതിമാന്മാർ എന്ന പദവിയിൽ നിന്നുകൊണ്ട് നമുക്കുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും അധികാരവും അവകാശവുമാണ്. എന്താണ് നീതിമാന്റെ അവകാശം? അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നീതിമാന്റെ അവകാശം ഒന്നാമത്തേത് അവന്റെ ആരാധനയാണ്. നീതിമാന്റെ അവകാശം അവന്റെ ആരാധന. രണ്ടാമത്തെ അവന്റെ അവകാശം എന്ന് പറയുന്നത് അവന്റെ കുടുംബ ജീവിതമാണ്. അവന്റെ ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു പദവി അല്ലെങ്കിൽ അലങ്കാരമാണ് കുടുംബജീവിതം. അതുകൊണ്ടാണ് ദൈവം ആശീർവദിച്ച കുടുംബജീവിതം വിവാഹം വിശുദ്ധമെന്ന് പറയുന്നത്. വിവാഹം വിശുദ്ധവും കിടക്ക നിർമ്മലവും എന്ന് പറയുന്നു. അടുത്ത നീതിമാന്റെ അവകാശമാണ് ആ വിവാഹ ജീവിതത്തിലൂടെ ദൈവം കൊടുക്കുന്ന ആത്മീയ സന്തതി, തലമുറ ദൈവികമായ വാഗ്ദത്തമാണ്. അടുത്തത് അവന് എവിടെ പാർക്കുവാൻ ദൈവം അനുവാദം ചെയ്യുന്നുവോ ആ വസ്തു, ആ ഭൂമി അവന്റെ അവകാശമാണ്.
Praise the Lord. അഞ്ചാമത്തെ അവകാശം എന്ന് പറയുന്നത് നീതിമാന്റെ അവകാശം രോഗസൗഖ്യമാണ്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ 5 അവകാശങ്ങളെ വെല്ലുവിളിച്ച് പോരാടുന്ന പോരാട്ടങ്ങൾ അനുദിനം വെല്ലുവിളിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിലെ ആത്മീയ നീതിമാന്മാർക്കെതിരായി പിശാച് ശക്തമായി പോരാടാറുണ്ട്. എന്നാൽ ഇതിനെ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ജയിക്കുന്ന ദൈവവേദന ഒരാത്മീയ വിജയം. ഇന്ന് പോൽക്കാലം നമുക്ക് ഈ വചനവുമായി തിരുസന്നിധിയിൽ ദൈവത്തോട് നമുക്കൊന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മഹത്തായ അനുഭവങ്ങളെ ചിഹ്ന ഭിന്നമാക്കുന്ന വല്ല ശക്തികൾ, അന്ധകാര പ്രവർത്തനങ്ങൾ, കുടുംബത്തിനകത്തെ ഡിസോർഡറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളിൽ നിന്നത് വിട്ടുമാറുവാൻ കൃപ ചെയ്യണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതം നിന്റെ ഹിതപ്രകാരം നിന്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ നിന്റെ മുൻ നിശ്ചയപ്രകാരം ഉള്ളതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ ഭവനത്തിൽ സഭയായി ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. 1-ാം ദിവസം സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയവൻ കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നിന്റെ തിരുഹിതം തുറക്കണമെന്ന് നിന്റെ മനസ്സ് തുറന്നുകൊണ്ട്, നിന്റെ കൈകളെ തുറന്നുകൊണ്ട്, നിന്റെ ഹൃദയം ഞങ്ങളിൽ സന്തോഷിച്ച് ഞങ്ങൾ നിനക്ക് പ്രസാദമുള്ളവരായി തീരുവാൻ ഇടയാകണം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഈ വചനത്തെ വാഴ്ത്തി തരണമേ. ഇതിനെ ശുദ്ധീകരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. വാഗ്ദത്തങ്ങളാൽ അവരെ നിറയ്ക്കണമേ. കർത്താവ് വാഗ്ദത്തങ്ങളാൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്തു. ശുശ്രൂഷയ്ക്കെതിരായി വചനത്തിനും ആത്മാവിനും എതിരായി ദേശത്ത് വ്യാപരിക്കുന്ന, അഭവമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും ചിന്തകളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിച്ചകറ്റുക. കർത്താവ് നീ മഹത്വം എടുക്കും. പ്രവൃത്തിയിൽ ശക്തനായി ഞങ്ങളുടെ കൂടെ നിൽക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഈ ആരാധന ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്നത് എന്തുവാ? ആരാധന. നീതിമാന്റെ അവകാശം ഒന്നാമത്തേത് അവന്റെ ആരാധന. നമ്മുടെ അവകാശമാണ്. കാരണം എന്നാ ചോദിച്ചാൽ, ആരാധന എങ്ങനെ നമ്മുടെ അവകാശമായി തീർന്നു? ആരാധന അവകാശമായി തീരാൻ കാരണം നമ്മെ സൃഷ്ടിച്ചവന്റെ ആത്മാവ് നമ്മിലുള്ളതിനാലാണ്. നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന്റെ അല്ലെങ്കിൽ പുത്രനായ ക്രിസ്തുവിന്റെ ജീവശ്വാസം നമ്മിലുള്ളതിനാൽ നാം ആരാധിക്കാൻ അവകാശികളും ആരാധിക്കുവാൻ കടപ്പെട്ടവരുമാണ്. ആരാധന നമ്മുടെ അവകാശമാണ്. എന്നാൽ എങ്ങനെ ഈ ആരാധനയുടെ അവകാശത്തെ തകർത്തു? ആരാധന എന്നുള്ള വിഷയം മാത്രമാണ് ഇന്ന് രാവിലെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അവകാശമാണ് ആരാധന. ആരാധന അഭിനയമല്ല. ആരാധന ആചാരമല്ല. ആരാധന അനുകരണമല്ല. ആരാധന ദൈവം ചെയ്ത ദാനങ്ങളുടെയും ഉപകാരങ്ങളുടെയും കരുണയുടെയും വിധം ഓർത്തിട്ട് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണമത്രേ ആരാധന എന്ന് പറയുന്നത്. ഈ ലോക മനുഷ്യരിൽ പലരിലും ആരാധകരുണ്ട്. പലരെയും ആരാധിക്കുന്നു. ലോക സിനിമാ നടന്മാർ, ആചാര്യർ, ലോകത്തിലെ മഹത്തുക്കൾ പലരെയും പ്രത്യേക നിലയിൽ രാജാക്കന്മാരെയൊക്കെ ആരാധിക്കുന്നു. എന്നാൽ അവരെ ആരാധിച്ചില്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും ഒരു വശങ്കിൽ കിട്ടിയെന്നിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് ആരാധന കൊതിയനല്ല. യേശു ക്രിസ്തു പിതാവായ ദൈവം ആരാധന കൊതിയനല്ല.